പശ്ചാത്തലത്തിൽ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. സിൻഡിക്കേറ്റ് പുനഃസംഘടിപ്പിച്ച പശ്ചാത്തലത്തിൽ UDFന്റെ പുതിയ 6 അംഗങ്ങൾ പങ്കെടുക്കുന്ന ആദ്യ യോഗം കൂടിയാണിത്. മാസങ്ങൾക്കു ശേഷം ചേർന്ന യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുവാനുള്ള ഏക അജണ്ട മാത്രമേയുള്ളൂ. ഇടതംഗങ്ങൾ ഒഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുന്നത്. ഹാൻസ് ജോൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹാൻസെ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞത് തന്നെയാണ് UDF സർക്കാർ ഈ സംഘടന പുനഃസംഘടിപ്പിച്ചു. അതിന് ശേഷം വരുന്ന, കൃത്യമായി പറഞ്ഞാൽ 6 മാസങ്ങൾക്ക് ശേഷം ചേരുന്ന സിൻഡിക്കേറ്റ് യോഗമാണ്. അതും സുപ്രധാന അജണ്ടകളൊന്നും ചർച്ച ചെയ്യാതെ. അതെ, സേതു പറഞ്ഞതുപോലെ തന്നെയാണ്. മാസങ്ങൾക്ക് ശേഷമാണ് കേരള സർവകലാശാലയിൽ ഒരു സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. ഏപ്രിൽ മാസത്തിൽ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അന്ന് അത് നടന്നില്ല. പിന്നീട് ഈ ഇടത് സർക്കാർ മാറി. അതിനുശേഷം പുതിയ സിൻഡിക്കേറ്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യേണ്ടതുണ്ടായിരുന്നു. നേരത്തെ ഇടത് സർക്കാർ നാമനിർദ്ദേശം ചെയ്ത 6 അംഗങ്ങളുടെ കാലാവധി അവസാനിച്ചതിന് പിന്നാലെ UDF പുതിയ 6 അംഗങ്ങളെ സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യുകയും അവരെ സിൻഡിക്കേറ്റ് അംഗങ്ങളാക്കി വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഈ പുതിയ 6 അംഗങ്ങൾ പങ്കെടുക്കുന്ന ആദ്യ യോഗം എന്ന പ്രത്യേകതയാണ് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിന് പ്രധാനമായിട്ടുള്ളത്. ഈ 6 അംഗങ്ങളിൽ എടുത്തു പറയേണ്ടത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള RS ശശികുമാർ, അതിനോടൊപ്പം തന്നെ ഈ ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർ ഈ അംഗങ്ങളായി അല്ലെങ്കിൽ ഈ സിൻഡിക്കേറ്റിലുണ്ട് പുതിയ അംഗങ്ങളായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ ഈ പറഞ്ഞതുപോലെ വിവാദ വിഷയങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല. ആകെ ഒരു അജണ്ട മാത്രമാണുള്ളത്. ഈ ഇടത് അംഗങ്ങൾ മാറിയതിന് പിന്നാലെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. 10 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് സർവകലാശാല സിൻഡിക്കേറ്റിന് കീഴിലുള്ളത്. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുക എന്നുള്ള അജണ്ട മാത്രമാണ് ഇന്നത്തെ യോഗത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 10 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും പുതിയ അധ്യക്ഷന്മാർ വരും. അതിനോടൊപ്പം തന്നെ പുതിയ അംഗങ്ങൾ വരും. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നിലവിൽ പുനഃസംഘടിപ്പിക്കുന്നത് ഈ സിൻഡിക്കേറ്റിലേക്ക് വരേണ്ട വിഷയങ്ങൾ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നതും പ്രാഥമികമായിട്ടുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ്. അതുകൊണ്ട് തന്നെ വിവാദ വിഷയങ്ങളടക്കം ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ആദ്യം ചർച്ച ചെയ്ത് ഒരു പ്രാഥമിക തീരുമാനം സ്വീകരിച്ചതിന് ശേഷം മാത്രം സിൻഡിക്കേറ്റിലേക്ക് എത്തിയാൽ മതി എന്നുള്ള നിലപാടാണ് VC ഡോക്ടർ മോഹനൻ കുന്നുമേലിനുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ച് ഈ വിഷയങ്ങളിൽ പ്രാഥമികഘട്ട ചർച്ച അല്ലെങ്കിൽ വിവാദ വിഷയങ്ങളിൽ പ്രാഥമികഘട്ട ചർച്ചകൾ നടക്കട്ടെ. അതിനുശേഷം കാലതാമസമില്ലാതെ അടുത്ത സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ഈ വിഷയങ്ങൾക്കെല്ലാം അംഗീകാരം നൽകാം എന്നുള്ള നിലപാടിലാണ് VC ഉള്ളത്. അതേസമയം മാസങ്ങൾക്ക് ശേഷം ചേരുന്ന യോഗത്തിൽ ഏക അജണ്ട മാത്രം ഉൾപ്പെടുത്തിയാൽ AKPCTA ഈ ഇടത് അധ്യാപക സംഘടനകൾ ഇന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ ബാഡ്ജ് ധരിച്ച് പ്രതിഷേധിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കാരണം 500ഓളം അധ്യാപകരുടെ പ്രൊമോഷൻ അംഗീകാരം നൽകാനുണ്ട്. ഈ വിഷയം സിൻഡിക്കേറ്റിൽ ഉൾപ്പെടുത്താത്തതിലാണ് അധ്യാപക സംഘടന ഇന്ന് പ്രതിഷേധിക്കുന്നത്. സേതു. ഓക്കെ, ശരി. ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ നമ്മൾ